ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഒരു ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പം ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി സെറ്റ് സാരിയും അതുപോലെ തന്നെ ബ്ലൗസ് എങ്ങനെയാണ് ഇടണമെന്ന് അറിയാം. അല്ല, ഇടണമെന്ന് നോക്കാം. ബ്ലൗസ് ഇടാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ സെറ്റ് സാരിയാണ് ഞാൻ എടുത്തേക്കുന്ന. സെറ്റ് സാരി ഒരു സിൽവർ കരയുടെ സെറ്റ് സാരിയാണ്. ബ്ലൗസ് ഒരു റോസ് കളറിൽ പ്ലെയിൻ ബ്ലൗസാണ്. അധികം വർക്കോ കാര്യങ്ങളൊന്നുമില്ല. പ്ലെയിൻ ബ്ലൗസാണ്. ഒരു ചെറിയ പഫ് വെച്ചിട്ടുണ്ട്. പിന്നെ സാരി സിൽവർ കളറ് ടിഷ്യൂവിൻ്റെ സാരിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി സാരി ഉടുക്കാൻ അറിയാമായിരിക്കുമല്ലോ. സാരിയൊക്കെ കൊടുത്തിപ്പോൾ നമ്മൾ മുന്താണി ജസ്റ്റ് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഞൊറി എടുക്കുകയാണ്. അത് നേരെ നമ്മൾ പൊക്കിളിന് താഴെയായിട്ട് കുത്തുക. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുന്താണിയിലേക്ക് പണിയാൻ തുടങ്ങുന്നത്. മുന്താണി കറക്റ്റ് ഞൊറിയാക്കി എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് ഷോയൊക്കെ നടത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അഴിച്ചിട്ട് കുറച്ച് ഷോയൊക്കെ നടത്തുവാണ്. പിന്നെ ഞാൻ മുന്താണി ഞൊറി എടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സെക്യൂർ ചെയ്യാം വയറിന് താഴെയായിട്ട്. പിന്നെ പുറകിൽ നമുക്കറിയാമല്ലോ പിന്നെ കുത്തണം. പിന്നെ നമ്മുടെ ഈ ഇങ്ങനെ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് മുറുകിയിട്ടില്ലെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ താഴെ നിന്ന് എടുത്ത് പിൻ ചെയ്യുക. അതല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ എല്ലാ മുന്താണിയുടെയും താഴത്തേക്ക് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കണ്ണാടി നോക്കി ഇങ്ങനെ കുറച്ച് നിൽക്കണ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തിരിഞ്ഞും പറഞ്ഞൊക്കെ നോക്കി നിൽക്കണതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുന്താണി ഇതുണ്ട് ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് എടുത്തിട്ട് നേരെ ബാക്കിയുള്ള ഞൊറിയുടെ താഴെ വെച്ചിട്ടാണ് നമ്മൾ പിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, കുറച്ചുകൂടി ഭംഗിയാവുകയും ചെയ്യും സാരീൻ്റെ പ്ലേറ്റ് വരുമ്പോഴത്തേനും. നമ്മളവിടത് ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് വലിച്ചിട്ട് നേരെ താഴത്തുനിന്ന് എടുത്തിട്ട് ഞൊറിൻ്റെ താഴെയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി നല്ല ആ ഫ്രണ്ടിലത്തെ പോർഷൻ നല്ല ഭംഗിയായിട്ടെന്ന് തോന്നിയതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇനി നേരെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സാരി ഉടുക്കലൊക്കെ കഴിഞ്ഞ് സാരിയൊക്കെ കൊടുത്തെല്ലാം സെറ്റൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ണിൻ്റെ താഴെ എഴുതാൻ മറന്നു. അപ്പം ഞാൻ കണ്ണിൻ്റെ താഴെ ഒരു കാജൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. നമ്മൾ സാരി ലുക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി കണ്ണൊക്കെ ഇതാക്കുമ്പോഴൊരു നാടൻ ലുക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ഓർണമെൻറ്റ്സ് ഇതാണ്. മെയിലി ബൈ അരുണി. ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തൊട്ട് മുന്നേ. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അവിടെ ഒരുപാട് ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ തന്ന ഒരു ചെയിനാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു ലക്ഷ്മി ദേവീൻ്റെ ആണ് അതിൻ്റെ ലോക്കറ്റ് വരുന്നത്. പിന്നെ ഒരു റെഡ് കളറിൽ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഈ ഡ്രസ്സിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. പിന്നെ താഴെ നല്ല വൈറ്റ് കളറിൽ മുത്തൊക്കെ വന്നിട്ടാണ് അവരുടെ ഈ മാല ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പെയർ കമ്മലും ഉണ്ട് കേട്ടോ. നമുക്ക് സെയിം ആ ലക്ഷ്മി ദേവിയുടെ ഇത് വന്നിട്ട് താഴെ വെള്ള മുത്ത് വെച്ചിട്ട് അത്യാവശ്യം നല്ല നീട്ടുള്ളൊരു കമ്മലാട്ടോ. അപ്പം നല്ല വലിയ മുഖമൊക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ്. അപ്പോൾ എനിക്കാണത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഞാൻ കമ്മലൊക്കെ ഇടുവാണ്. കമ്മലും മാലയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുണ്ട്, അത് നല്ല രസമുണ്ടല്ലോ ആയിട്ട്. അതിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ ആട്ടോ ഇത്. അങ്ങനെ നമ്മൾ 2 കാതിലും കമ്മലിട്ട് കഴിഞ്ഞു. ഇനി വളയാണ് അടുത്തത്. വള അപ്പോൾ ഞാൻ ഒരു റോസ് കളറാണ് നമ്മുടെ ബ്ലൗസിന് വന്നേക്കുന്നത്. അപ്പോൾ റോസും ഗോൾഡനും കൂടിയാണ് പെയർ ചെയ്തേക്കുന്നത്. ഗോൾഡൻ എന്തിനാണ് നിങ്ങൾ ചോദിക്കും. പക്ഷേ നമ്മുടെ മാലയിലൊക്കെ ഗോൾഡൻ ഉണ്ടല്ലോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് സിൽവറിൻ്റെ കൂടെ അങ്ങനെ ഗോൾഡും പെയർ ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം മുടി നേരെ ഒന്ന് വകഞ്ഞു നോക്കി. പക്ഷേ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എന്നാലും എനിക്ക് കുറച്ചൊരു സൈഡിലേക്ക് ഇടണമാണ് എനിക്ക് അത്ര ഇഷ്ടം തോന്നിയത്. അപ്പം ഞാൻ അതൊക്കെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വീണ്ടും മാലയും കമ്മലും ഒന്നുകൂടി എടുത്ത് കാണിക്കുവാണ്. അത്രയും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അവരുടെ പേജിൽ. ഇൻസ്റ്റയുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ചെയ്ത ഓൾഡ് വീഡിയോ മെൻഷൻ ചെയ്തേക്കാം. അപ്പം അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞു. ഇതാണ് ഫുൾ ടോട്ടലി ലുക്ക് വരുന്നത്.
അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ഷോയൊക്കെ കാണിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പുറത്ത് പോയി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഊഞ്ഞാലുണ്ട്, അപ്പോൾ അവിടെ പോയി ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സെറ്റാക്കി.